നമസ്കാരം. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഈ ഓപ്പറേഷനിലൂടെ നിരവധി ഭീകര ക്യാമ്പുകൾ തകർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ ഈ ഭീകര ക്യാമ്പുകൾ വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ അവരുടെ തന്ത്രം വ്യത്യസ്തമാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ ഏകദേശം 18 ലോഞ്ച് പാഡുകൾ വനപ്രദേശങ്ങളിൽ വികേന്ദ്രീകൃതമായി അവർ വികസിപ്പിക്കുകയാണ്. ഇതിന് ഫണ്ട് ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അടുത്തിടെ ബഹാവൽപൂരിൽ നടന്ന ഒരു തീവ്രവാദി യോഗത്തിൽ പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ISIയും പങ്കെടുത്തിരുന്നു. ഇന്ത്യ ഈ മീറ്റിംഗിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ഈ ഭീകര ക്യാമ്പുകൾക്കെല്ലാം ISIയാണ് പണം നൽകുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ISIക്ക് ഈ പണം ലഭിക്കുന്നത് IMF പാകിസ്ഥാന് നൽകിയ സഹായങ്ങളിൽ നിന്നും മറ്റ് വിദേശ ഫണ്ടുകളിൽ നിന്നുമാണ്. ഈ പണം ഇപ്പോൾ തീവ്രവാദികളുടെ പോക്കറ്റുകളിലേക്ക് എത്തുകയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ 22-ന് പാകിസ്ഥാൻ ഇന്ത്യയിലെ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 26 പേർക്ക് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടു. ഇതിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. ഈ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിലെ ഏകദേശം 9 ഭീകര ക്യാമ്പുകളും പാക് അധീന കാശ്മീരിലെ ചില ഭീകര ക്യാമ്പുകളും തകർക്കപ്പെട്ടു. ഇതിൽ ഏകദേശം 100 തീവ്രവാദികൾ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. എന്നാൽ തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞയെടുത്തതുകൊണ്ടുതന്നെ അവർ വീണ്ടും ലോഞ്ച് പാഡുകൾ നിർമ്മിക്കാൻ തുടങ്ങി. പാക് അധീന കാശ്മീരിൽ 13 ലോഞ്ച് പാഡുകളും ജമ്മു കശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ 4 ലോഞ്ച് പാഡുകളും നിർമ്മിക്കുന്നുണ്ട്. പാക് അധീന കാശ്മീരിൽ ഇന്ത്യൻ അതിർത്തിക്കടുത്ത് 14 ലോഞ്ച് പാഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജമ്മു മേഖലയിൽ ഒരു ഡ്രോൺ ഹബ്ബും മഷ്റൂർ, ചപ്രരാൽ, ലൂണി മേഖലകളിലും പാകിസ്ഥാൻ ലോഞ്ച് പാഡുകൾ നിർമ്മിക്കുന്നുണ്ട്. ഈ ലോഞ്ച് പാഡുകൾ മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദി ക്യാമ്പുകളിൽ ആക്രമണം നടത്തിയതിനുശേഷം പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഒരു കാര്യം മനസ്സിലായി: ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അവർ എവിടെ ലോഞ്ച് പാഡുകൾ നിർമ്മിച്ചാലും സുരക്ഷിതമല്ല. അതുകൊണ്ടുതന്നെ അവർ ഇപ്പോൾ ചെറുതും വികേന്ദ്രീകൃതവുമായ ലോഞ്ച് പാഡുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇത് ഇന്ത്യയുടെ ആക്രമണമുണ്ടായാൽ നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഇടതൂർന്ന വനപ്രദേശങ്ങളിൽ ലോഞ്ച് പാഡുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയ്ക്ക് മുകളിൽ നിന്ന് ആക്രമിക്കാൻ കഴിയാത്ത തരത്തിലാണ്. ഉപഗ്രഹ ചിത്രങ്ങൾക്കും താപ സെൻസറുകൾക്കും ഈ ലോഞ്ച് പാഡുകൾ കണ്ടെത്താൻ കഴിയില്ല. ഈ ക്യാമ്പുകളിൽ താപ സെൻസറുകൾ, കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള റഡാറുകൾ, ആന്റി ഡ്രോൺ സിസ്റ്റങ്ങൾ എന്നിവയും സ്ഥാപിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ രക്ഷിക്കാൻ വേണ്ടിയാണിത് ചെയ്യുന്നത്. കാരണം ഇവരാണല്ലോ അവരുടെ സൈനികർ. യഥാർത്ഥ സൈനികരൊക്കെ സൈന്യം വിട്ട് ഓടിപ്പോവുകയാണല്ലോ. ഇത്രയും ക്രമീകരണങ്ങൾ ചെയ്യാൻ പാകിസ്ഥാന് അല്ലെങ്കിൽ ഈ തീവ്രവാദികൾക്ക് പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അടുത്തിടെ ബഹാവൽപൂരിൽ നടന്ന ഒരു മീറ്റിംഗിൽ എല്ലാ തീവ്രവാദികളും പങ്കെടുത്തിരുന്നു. ഈ മീറ്റിംഗ് നടത്തിയത് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ISI ആയിരുന്നു. ഇന്ത്യ ഈ മീറ്റിംഗ് ചോർത്തിയെടുക്കുകയും ISI തീവ്രവാദികൾക്ക് പണം നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ISIക്ക് ഈ പണം ലഭിക്കുന്നത് വിദേശ സഹായങ്ങളിൽ നിന്നും NGOകളിൽ നിന്നും ചാരിറ്റികളിൽ നിന്നും ലഭിക്കുന്ന പണമാണ്. NGOകളിൽ നിന്നും ചാരിറ്റികളിൽ നിന്നും ലഭിക്കുന്ന പണം തീർച്ചയായും ഭീകരവാദ ഫണ്ടിങ്ങിന് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ NGOകളുടെയും ചാരിറ്റി ഫണ്ടുകളുടെയും നിയന്ത്രണം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന് കീഴിൽ കൂടുതൽ ശക്തമാക്കിയത്. കൂടാതെ ISIയുടെ പ്രധാന വരുമാന സ്രോതസ്സായി വിദേശ സഹായത്തെയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പാകിസ്ഥാന് $800 ദശലക്ഷം സഹായം നൽകുമ്പോഴും IMF പാകിസ്ഥാന് $23 ബില്യൺ ബെയിലൌട്ട് നൽകുമ്പോഴും ഇന്ത്യ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഈ പണം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുപയോഗിക്കാനും സാധ്യതയുണ്ടെന്ന് ഇന്ത്യ അന്ന് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഫണ്ടിംഗ് നൽകപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ പണം പൂർണ്ണമായും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്. ഇതിനെല്ലാം ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലും SCO ഐക്യരാഷ്ട്രസഭയിലും ഇന്ത്യ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഭീകരവാദത്തിനെതിരായ പ്രമേയം വന്നപ്പോൾ ഇന്ത്യ അതിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു. ഇന്ത്യയുടെ നിലപാട് വ്യക്തമായിരുന്നു: ഭീകരവാദത്തിനെതിരായ ഈ പ്രമേയം ശക്തമല്ല. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്തി. ചൈന ലൊക്കേഷൻ വിവരങ്ങൾ പങ്കുവച്ചു. ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ ശക്തമായ നിയന്ത്രണങ്ങൾ വേണമായിരുന്നു. പക്ഷേ അത് ഈ പ്രമേയത്തിലുണ്ടായിരുന്നില്ല. ഈ കാരണങ്ങളാലാണ് ഇന്ത്യ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രമേയത്തിൽ ഒപ്പിടാത്തത്. കൂടാതെ ഇന്ത്യ സ്വന്തം തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റിയൽ ടൈം ഇന്റലിജൻസ് ട്രാക്കിംഗ്, ടാർഗറ്റഡ് മാപ്പുകൾ, ഡ്രോൺ ഡിഫൻസ് ഷീൽഡ്, ഹീറ്റ് സെൻസറുകൾ, ലോയിറ്ററിംഗ് മ്യൂണിഷനുകളുടെ ശേഖരം എന്നിവയെല്ലാം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇന്ത്യ അടുത്ത ആക്രമണത്തിനായി കാത്തിരിക്കില്ല. ഇന്ത്യ സ്വന്തം തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.